കോഴിക്കോട് കള്ളൻതോട് MES കോളേജിലെ റാഗിങ്ങിൽ പ്രതികളായ വിദ്യാർത്ഥികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി. അർഷാദ്, ദിൽഷാദ്, നസ്രു എന്നിവരുടെ ജാമ്യാപേക്ഷയാണ് തള്ളിയത്. രാഹുൽ സുരേഷ് വിവരങ്ങളുമായി. രാഹുൽ, ജാമ്യ ഹർജിയിൽ എന്തൊക്കെ നിരീക്ഷണങ്ങൾ അത് തള്ളിക്കൊണ്ട് കോടതി നടത്തിയിട്ടുണ്ട്? അനുജ, മുക്കത്തിന് സമീപം കളന്തോടുള്ള MES കോളേജിൽ ഫെബ്രുവരി 7-നായിരുന്നു ഈ റാഗിംഗ് നടക്കുന്നത്. 2ാം വർഷ വിദ്യാർത്ഥിയായിട്ടുള്ള മുഹമ്മദ് മിൻഹാജിന്റെ മുഖത്തെ എല്ലുകൾ പൊട്ടുകയും ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഈ പ്രതികളെ പിടികൂടാതെ പ്രതികൾക്ക് സഹായം ഒരുക്കുന്നു, കുന്നമംഗലം പോലീസ് പ്രതികൾക്ക് സഹായം ഒരുക്കുന്നുവെന്ന് കുടുംബം ആരോപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് പ്രതികൾ മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചിട്ടുള്ളത്. ഇന്ന് 3 പ്രതികളുടെ ജാമ്യാപേക്ഷയാണ് കോഴിക്കോട് ജില്ലാ കോടതി തള്ളിയിട്ടുള്ളത്. കേസിലെ പ്രതികളായിട്ടുള്ള അർഷാദ്, ദിൽഷാദ്, നസ്രു എന്നീ 3 പ്രതികളുടെ ജാമ്യാപേക്ഷ മുൻകൂർ ജാമ്യാപേക്ഷ ഇപ്പോൾ തള്ളിയിരിക്കുന്നു. നേരത്തെ കേസുമായി ബന്ധപ്പെട്ട് റഹീസ്, മുഹമ്മദ് റംഷാദ് തുടങ്ങി 2 പ്രതികളുടെ ജാമ്യാപേക്ഷയും തള്ളിയിരുന്നു. ഇതോടെ 5 പ്രതികളുടെയും മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയിരിക്കുകയാണ്. പോലീസിന് അറസ്റ്റുമായി തന്നെ മുന്നോട്ട് പോകാമെന്ന് ഇതിലൂടെ വ്യക്തമാകുന്നു. അതേസമയം കുന്നമംഗലം പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് 5 പ്രതികളും ഇതിൽ നിലവിൽ ഒളിവിലാണെന്നാണ് പറയുന്നത്. ഉടൻ തന്നെ പിടികൂടുമെന്ന കാര്യമാണ് പോലീസ് ഈ ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്. കള്ളൻതോട് MES കോളേജിലെ റാഗിംഗ് പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷയാണ് കോടതി തള്ളിയത്. ഇതോടെ ഇവരുടെ അറസ്റ്റിലേക്ക് പോലീസ് കടക്കുമെന്നാർ. ഇവർ ഒളിവിലാണ് എന്നാണ് പോലീസ് പറയുന്നത്.